ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ദോശമാവ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്പെഷ്യൽ ഊത്തപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ദോശ ഊത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 5 ബ്രെഡോളം ഉണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ചുകൂടി പൊടിച്ചിട്ട് എടുക്കണം. നമ്മൾ മിക്സിയിലിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല നമ്മളിത് എടുക്കുന്നത്. വളരെ ചെറിയ ചെറിയ പീസായിട്ട് കൈ വെച്ച് ഒന്ന് അടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡിന് പകരം നമ്മുടെ കയ്യിൽ ബ്രൗൺ ബ്രെഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതായാലും മതിയാവും. ബ്രെഡ് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കൈവച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണ്ട, ചെറിയ ചെറിയ പീസെല്ലാം അതിലുണ്ടാവണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശ മാവില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ഡലി മാവായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കടലമാവ് എന്ന് പറയുന്നത് 60 ഗ്രാം കടലമാവാണ്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ ദോശ ഊത്തപ്പത്തിന് ഒരു പ്രത്യേക മണം ഉണ്ടാവും കറിവേപ്പില ചേർക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു 2 പച്ചമുളക് കൂടി ചേർക്കാം. ഇത്രയും മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശ ബാറ്റർ തയ്യാറാക്കില്ലേ, അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഊത്തപ്പത്തിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി തിക്കായിട്ട് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് വേണം നമ്മുടെ ദോശ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. എന്നാൽ ശരി, നമുക്കിനി നമ്മുടെ ഊത്തപ്പം തയ്യാറാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശ ഊത്തപ്പമാണിത്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശ ഊത്തപ്പമാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ദിവസവും ഒരുപോലെ ദോശ കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഇന്ന് വെറൈറ്റി ആയിട്ട് ദോശ തയ്യാറാക്കി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഓരോ ദോശയും ചുട്ടെടുക്കുന്ന ടൈമിൽ തന്നെ ഒരു പ്രത്യേക മണമാണ്. ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു പ്രത്യേക മണം തന്നെ ഉണ്ടാവും. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു ദോശയാണിത്. നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കാൻ എടുക്കുന്ന അത്രയും സമയം തന്നെയാണ് ഇതിനും ആകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന നല്ലൊരു ദോശയാണ് ഇത്. വന്നിട്ട് നമുക്ക് ചമ്മന്തിയുടെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടേക്കണം. പിന്നെ സാമ്പാറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ദോശയാണിത്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.